എല്ലാ ഒരുക്കങ്ങളും തീർന്നല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയൊന്നും ഇല്ലല്ലോ? ഇനിയൊന്നുമില്ല. എന്റെ ഭഗവാനെ, എന്തായാലും അച്ഛന്റെ ഹാണ്ടും ഈ തെങ്ങിലെ കൊല വെട്ടുന്നത് ഒരു ദിവസം തന്നെ വന്ന എത്ര നന്നായി അല്ലേ? നേരാ. പക്ഷെ അച്ഛന്റെ ചുടലക്കകത്ത് വെച്ച തെങ്ങുണ്ടല്ലോ, ഇത്രയും അങ്ങ് പൊക്കം വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എങ്ങനെ പൊക്കം വെക്കാതിരിക്കും? ഞാൻ ഇതിനെ അതുപോലെ പരിപാലിച്ചു. ആണ്ടടാ, വലിയച്ഛടെ പറച്ചില് കേട്ടാത്തൊന്നും തൊട്ടില് കെട്ടി അതിനകത്തിട്ട് ഈ തെങ്ങിനെ ആട്ടിയാ വളർത്തിയെടുത്തേ. തൊട്ടില് കെട്ടി ആട്ടിയൊന്നുമില്ല. 4 നേരം ഞാൻ ഇതിനെ വെള്ളം കോരുമായിരുന്നോ? അപ്പൊ ഞാനിട്ട ചാണകോ? അപ്പൊ നീ ഇപ്പൊ ചാണകം ഇടുന്നു? പോവില്ലേച്ച അവിടുന്ന് രവിച്ചേട്ടൻ അയ്യത്ത് പോയി ചാണമരിന്റെ മൂട്ടിൽ എന്തോരം ഞാൻ ഇട്ടതാ. ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. ഓ, എന്നാലും അച്ഛനൊരു താങ്ങായിരുന്നല്ലയോ. ഇപ്പൊ തേങ്ങയായി നിക്കണ്. നേരാ. ആഹാ, നിങ്ങളോടൊന്ന് സംസാരിച്ചോണ്ടിരിക്കണ ഇന്ന് അച്ഛന്റെ ആണ്ടാണ്. ഓ, ഞങ്ങളങ്ങ് 1ഉം 2ഉം പറഞ്ഞ് ഇന്ന് പോയി ഏട്ടാ. 1ഉം 2ഉം ഞാനേ പറയത്തുള്ളൂ വലിയേട്ടാ. ചേട്ടത്തി അത് പിന്നെ 3ഉം 4ഉം ഒക്കെ ആക്കുന്നു. ഇത് തന്നെ നാട്ടുകാർ പറയണ. ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം നടന്നാൽ അന്ന് ഇവിടെ അടി നടക്കും. എന്തടി? ഈ അടിയല്ല, ഈ അടി. ഈ അടി നടത്തിയാ നിങ്ങളെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, നടക്കണത് നിങ്ങൾ നിന്നാ മതിയാ. എന്ത് നമുക്ക് വർക്കല ബലിയിടാൻ പോണ്ടേ? അത് ഈ ചുടല തങ്ങി തേങ്ങ എടുത്തോണ്ടല്ലേ വർക്കല പോകാൻ പറ്റുള്ളൂ. അതിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഭിക്ഷക്കാർക്ക് വല്ല ആഹാരം കൊടുക്കണ്ടേ? അതിന് നമ്മൾ ചിറ്റപ്പനെ വിളിച്ചിട്ടുണ്ടാ. ചിറ്റപ്പൻ പിച്ചക്കാരനാ? ചിറ്റപ്പ ഈ എവിടെയൊക്കെ തെണ്ടി തിന്ന് നടക്കണല്ലേ. ചിറ്റപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരവും നമ്മളെ ചടങ്ങുമായി. എന്റെ വലിയേട്ടാ, ആദ്യാനെങ്ങാനും ഇങ്ങോട്ട് വന്നാ തൊണ്ട് വേറെ, ചിരട്ട വേറെ, എണ്ണ വേറെ, പിണ്ണാക്ക് വേറെ ആക്കും. നമ്മളെ നല്ല 4 തട്ടിലാക്കി അടിച്ച് പിരിക്കും. എന്റെ അടുത്ത് പറഞ്ഞിട്ട് വിളിച്ചാൽ മതിയായിരുന്നു ചിറ്റപ്പനെ. ഈ വീട്ടിലെ മൂത്ത ആള് ഞാൻ തന്നെ. ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും. മൂത്താളെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം പറയാൻ പറ്റൂ. നീ കേട്ടിട്ടില്ലേ? മൂത്തവർ ചെല്ലും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും, പിന്നെ മധുരയ്ക്ക് പോകും. കളനിക്ക് പോകും. വളരെക്കായാലും എങ്ങോട്ടായിരുന്നാലും കുഴപ്പമില്ല. ചെന്ന് നിങ്ങൾ ആഹാരത്തിനുള്ള ഏർപ്പാട് ചെയ്യും. ചെല്ലു ചടങ്ങ് തുടങ്ങാനുള്ളതാ. ചെല്ലു. സുരേന്ദ്ര, എന്തിനാ ഇതെന്താണെന്ന് അറിയാം? ഇത് തെങ്ങ്. നമ്മൾ അച്ഛനാണടാ. ശരിയാണ്, അന്ന് വെച്ച തെങ്ങ് അല്ലേ ഇപ്പൊ അച്ഛനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടാ? അതേടാ. എടാ, നമ്മൾ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഇല്ല, അറിഞ്ഞൂടാ. നമ്മൾ 2 മക്കളും വളരെ ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കണം. അത് മരണം വരെ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ അതുപോലെ നമ്മളും അച്ഛന്റെ ആത്മാവിന് വേണ്ടി അതുപോലെ കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാം. നമ്മളിപ്പോ ചുടലത്തെങ്ങിന്ന് തേങ്ങയിട്ട് വർക്കല കൊണ്ടുപോയി ഒരേ മനസ്സോടെ കർമ്മങ്ങൾ ചെയ്യണം. പക്ഷെ ആര് കേറും? നീ ഇത് പറയുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ തേങ്ങയുടെ മണിയനെ വിളിച്ചിട്ടുണ്ട്. സുരേന്ദ്ര, ചിറ്റപ്പ, കണ്ണി ഉണ്ടൂടാത്തോണ്ടേ നിക്കാൻ പറ്റില്ല. ചിറ്റപ്പ വന്നേ. ചിറ്റപ്പ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പല ബന്ധുക്കളുടെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അതെ, എവിടുന്നാണ് വരക്കം? എടാ, ഞാനെന്താ പറയാ, നമ്മളെ കിഴക്കേലെ പാനോതി ഇല്ലേടാ. പാനോതിരെ നമ്മള് കുന്നിന്റെ അവിടെ താമസിക്കണം. ശശികല അവളെ വീട്ടിലായിരുന്നു. അവളെ ഭർത്താവ് മധു രാവിലെ അങ്ങ് ജോലിക്ക് പോകുമല്ലേ. പിന്നെ പകല് മുഴുവൻ അവളെ ഒറ്റയ്ക്കാണ് ഇരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കൂട്ടാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ അവളുടെ ചോദിച്ചു, മക്കളെ ആ പാലയിറക്കാൻ പറഞ്ഞ രവി വരുത്തുപോക്കൊക്കെ ഉണ്ടാ, വരവും പോക്കും ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഇവള് ഇന്ത്യനാക്കി. വെളിയിൽ ഇത് കേട്ടോണ്ടെന്ന് അവളെ ഭർത്താവ് മധു കേട്ടത് ഓന്നു. പിന്നെ തുടങ്ങിയടാ പ്രശ്നം. അടിയങ്ങ് തുടങ്ങി. എന്നിട്ട് ചിറ്റപ്പ ഒത്തിരിപ്പ് ചെയ്തില്ലേ? പിന്നെ നമ്മളെ പിള്ളേർ ഇടന്ന് അടി കൂടുമ്പോ ഞാൻ കോംപ്രമൈസ് ചെയ്യാതിരിക്കും. അവസാനം ഇപ്പൊ എന്തിനായി? എന്തരാവാൻ ഞാൻ കോംപ്രമൈസ് കാരണം അവളെ വീട്ടിലും മധു ഒരു ലോഡ്ജിലും താമസിക്കണം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളിവിടെ ഐക്യത്തോടെ സ്വരൂപ്പോടെ ജീവിക്കുകയാണ്. ഇവിടെ ചെന്ന് ഈ കുഴിത്തിരുമ്പ് കാണിക്കരുത് കേട്ടാ. മരണം വരെ നമ്മൾ ഇതുപോലെ സ്നേഹമായിട്ട് ജീവിക്കും. ആർക്കും തകർക്കാനും പറ്റൂല. അയ്യോ, തകർക്കാൻ കഴിയാതിരിക്കാൻ നിങ്ങൾ സിമന്റ് അല്ലേ? ഒന്ന് പോടാ അവിടെ നിന്റെ ഒരു കാര്യം പറഞ്ഞേക്കാം. വല്ല മാച്ച് തിന്നിട്ട് പെട്ടെന്ന് പൊക്കോളാം. ഓ, എന്തോ ഇതാരടാ? ഇതാര് നിൽക്കുന്നത്? നമ്മളെ അച്ഛൻ തന്നെ കണ്ടാ ആ കൈയിട്ടാട്ടിട്ട് പറയണ പോണ്ടാ പോണ്ടാത്. അത് പോണ്ടെന്ന് പറയണല്ല, ഇളം കാറ്റില് ഓലയുടെ നാരണത്. നോക്കടാ, അന്നേ അവന് തലയിൽ മുടിയില്ലായിരുന്നു. തെങ്ങായപ്പോഴും അവൻ അങ്ങനെ അല്ലടാ, തലയിൽ മുടിയില്ല. എന്റെ രാഘവോ, നിനക്ക് ജീവിച്ചിരിക്കുമ്പോ ഭയങ്കര വിഷമായിരുന്നല്ലോ. നിനക്ക് പൊക്കമില്ല. ഇപ്പൊ എന്റെ രാഘവൻ പൊങ്ങി കൊലച്ച് നിക്കണ കണ്ടാ. അച്ഛൻ ആശുപത്രി കിടന്നപ്പോ ഒന്ന് കാണാൻ പറ്റാത്ത കിളവനാണ് ഇപ്പൊ ഒന്ന് പൂങ്കണ്ണീര് ഒഴിക്കണത്. ആര് പറഞ്ഞു കാണാൻ വന്നില്ലെന്ന്? ഞാൻ കാണാനൊക്കെ വന്നു. ചിറ്റപ്പ വന്ന ആശുപത്രിയിൽ ഞാൻ വന്നതാ. നിങ്ങൾ എന്നെ വഴക്കോരെന്ന് വിചാരിച്ച് രാത്രി തലയെ കൂടെ തുണിയിട്ടാണ് ഞാൻ വന്നത്. തലയെ കൂടെ തുണിയിട്ട് വരാൻ നിങ്ങളൊരു ചാക്കോ മാഷ. എടാ, ഇത്രയും നല്ലൊരു വിശേഷമായിട്ട് തേങ്ങ അടക്കണ ദിവസം തന്നെ ഈ തേങ്ങ അടക്കാൻ നിങ്ങൾ ആരെങ്കിലും വിളിച്ചാടാ? തേങ്ങ അടക്കാനൊക്കെ ആളിനെ വിളിച്ചിട്ടുണ്ട്. മണിയാ ഇപ്പൊ എത്തും. അതൊക്കെ സ്ലിപ്പാവും. നോക്കി തേങ്ങ വിട്ട ഇവനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേടാ? അതെന്താ ചേട്ടാ നമ്മളൊരു പുച്ഛ അല്ലെ വേറെ ആരെങ്കിലും കിട്ടിയില്ലേന്ന്? ഷാറൂഖാനെ കൊണ്ടുവരാ ഒന്ന് കയറി ഇറങ്ങുന്നതിന് 1.5 കോടി രൂപ.
അയ്യോ, എന്നാ വേണ്ട, എന്നാ വേണ്ട. ആ, ശരിയാവൂല. ഡേയ്, അപ്പോഴേ നമുക്കിനിയിപ്പോ നോക്കിക്കൊണ്ടിരിക്കണ്ട, ചടങ്ങ് മുടങ്ങിയാലാ. ആ, എന്നാ പിള്ളേരെയൊക്കെ വിളി, ചടങ്ങ് മുടങ്ങാം. ഓ, ദേ വരുന്നേ. പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തോ. ഡേയ്, പെട്ടെന്നേക്ക് എടുത്ത് കയ്യിൽ വെച്ചോണം. വാ, വാ, വാ. ഇതെന്തരടാ? അച്ഛന് വേണ്ട കൊടുക്കാൻ വേണ്ടി ഒരു മുണ്ട് വാങ്ങിച്ചു. ഉണ്ടാ? ഇതെന്തര്? ഞാൻ ഷർട്ടും വാങ്ങിച്ചു. ഷർട്ടും ഉണ്ടും ഇത് വാങ്ങിച്ച്. പക്ഷെ അയാൾക്ക് ആവശ്യമുള്ള ഒരു സാധനം നിങ്ങൾ ആരും വാങ്ങിച്ചില്ല. ഞാൻ കാണിച്ചു തരാം. എടാ, അയാൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമായിരുന്നു ഇത്. ഇതെന്തിനാ വാങ്ങിച്ചത്? ജീവിച്ചിരുന്നപ്പോ നിങ്ങളെ വളർത്താളം നെട്ടോട്ടത്തിനിടയിലേ പുള്ളിക്ക് നിക്കറിടാൻ സമയം കിട്ടിയില്ല. ചത്ത് തെങ്ങാവുമ്പോഴെങ്കിലും ഒരു നിക്കറിടട്ടടാ. അപ്പോഴേ പോവുകയാണ്. പോയിട്ടോ. എന്റെ രാഘവൻ കൊച്ചാട്ടോ, ഞാനൊന്ന് നിക്കറിട്ട് തന്നോട്ടെ. വീറ് കിളിച്ചിക്കാതെ പിടിയടാ ഇപ്പുറത്ത് വന്ന്. ഞാനൊന്ന് ഇട്ട് തരട്ടെ. ഒരാളെ നിക്കറിടുമ്പോ നോക്കിക്കൊണ്ടിരിക്കണം. നാളെ കേട്ടെ ജന്തുക്കളി അല്ല. പിന്നെ ഒരു നിക്കറിനടുത്ത് ചേട്ടാ, നമ്മളച്ഛൻ നിക്കടാ ചേട്ടാ. എന്റെ രാഘവൻ കൊച്ചാട്ടന് തലയില്ലേ? എന്റെ രാഘവൻ കൊച്ചാട്ടോ, ഞാനിതൊക്കെ സഹിക്കേ. മതി മതി, പൊട്ടിട്ട ഒരു പൊട്ടിട്ടോണ്ട്. അയ്യോ, ഉള്ളത് പറയാലോ. നല്ല നെടുമാരിയൻ അച്ഛൻ. അല്ലേ? അപ്പം ഇനി നമുക്ക് അടുത്ത ചടങ്ങെന്ന് പറയണത് അനുവാദം ചോദിക്കലാണ്. ഞാൻ ചോദിച്ചോളാം. രാഘവൻ കൊച്ചാട്ടോ, എന്തൊരു പറയണോന്ന്? ഞാൻ പറയൂല കൊച്ചാട്ടാ, ഞാൻ പറയൂല എന്ന് പറഞ്ഞാ പറയൂല. ചിറ്റപ്പ, ഞാൻ പറയൂല. അച്ഛൻ മരിക്കാൻ കിടന്നപ്പം അവസാനത്തെ ആഗ്രഹം ഒന്നും പറഞ്ഞില്ല. എന്തൊരു ആഗ്രഹം ചിറ്റപ്പനത്ത് പറഞ്ഞു, അത് പറഞ്ഞാ പറ്റൂ. പറയണോ? എങ്കിൽ പറയാം. കൊച്ചാട്ടന്റെ അവസാനത്തെ ആഗ്രഹം ഇതായിരുന്നു. അതായത് കൊച്ചാട്ടൻ ചത്തു കഴിഞ്ഞ് ഈ കുഴിമാടത്തിൽ ഒരു തെങ്ങ് വെക്കുമല്ലോ, ആ തെങ്ങ് വളർന്ന് വലുതായി അതിൽ കായ വന്ന് കഴിയുമ്പം ആ കായ വെട്ടുമ്പം ആ തേങ്ങ ആരുടെ വീടിന്റെ ഭാഗത്തായിട്ടാണോ വീഴുന്നത് അവർക്കായിരിക്കും ഈ മണ്ണിന്റെയും തെങ്ങിന്റെയും തേങ്ങയുടെയും അവകാശം. ഇത്രേ ഉണ്ടായിരുന്നോളാം. അതിപ്പോ അപ്പുറത്ത് വീണാലും ഇപ്പുറത്ത് വീണാലും നമുക്കല്ലേ അവകാശം. അതിവിടെ ഒരു തർക്കമില്ല. അത് കറക്റ്റ്. ആന്തരനായ രാന്ദ്രണ്ണ, അച്ഛൻ പറഞ്ഞ തേങ്ങ എവിടെ വീണോ അവർക്കല്ലേ അവകാശം ഒന്നല്ലേ? അപ്പൊ ആ ആഗ്രഹം അടക്കേണ്ടത്. ഇത് കറക്റ്റ്. പിന്നല്ലാതെ അതുപോലെ നടന്നാ മതി. ഇങ്ങോട്ട് വന്നേ. തേങ്ങ അപ്പുറത്ത് വീണാൽ സ്ഥലം മുഴുവൻ അവരുടെ പേരിലാകും. അയ്യോ, ഒരു കാരണവശാലും തേങ്ങ അപ്പുറത്ത് വീഴരുത്. നമ്മുടെ പറമ്പിൽ വീഴണം, നമുക്ക് ഇത് എടുക്കണം. മനസ്സിലായോ? ഞാനൊരു വിദ്യ പ്രയോഗിക്കാം, എന്റെ കൂടെ നിന്നോണം. ഇങ്ങോട്ട് വന്നേ. കാര്യം പറ. എങ്ങനെയെങ്കിലും അവനെ ചാക്കിട്ട് ആ കൊല വെട്ടി ഇപ്പുറത്തോട്ട് ഇടിയിക്കണം. എന്നിട്ട് ഈ സ്വത്ത് മുഴുവൻ നമ്മുടെ കയ്യിൽ എത്തണം. നമ്മുടെ കയ്യിൽ കല്ല് നമ്മളെ വല്ല കടത്തന്നെ കിടക്കേണ്ടി വരും കേട്ടാ. അതിനായിട്ട് ഞാൻ ഉണ്ട് കൂടെ. പറഞ്ഞോണം. അച്ഛനാ, അച്ഛൻ. എന്റെ കൊച്ചാട്ടാ, എന്റെ മോനെ വിഷമിപ്പിക്കുന്നു. എന്റെ മൂത്ത മോനെ വിഷമിപ്പിക്കുന്നു. അവനാണ് ഈ സ്വത്തെല്ലാം കൊടുക്കേണ്ടത്. എനിക്ക് തരണം. അങ്ങോട്ട് വന്നേ. പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് തന്നെ ഇത് ഞാൻ തരാം. പേടിക്കണ്ട കൊച്ചാ, എനിക്ക് തരാം കേട്ടാ. ഓ, കൊച്ചാട്ടിന്റെ വാക്ക. ഇതാര്? എന്റെ അച്ഛനാണ് അകത്ത് ഓടേണ്ടത്, അല്ലാതെ കാപ്പ ഡാൻസ് കാര്യല്ല. സോറി, ടോൺ മാറിപ്പോയി. അച്ഛനാണ്. എന്റെ സ്വത്ത് മുഴുവൻ എന്റെ ഇളയ ഉണ്ണിക്കുള്ളതാണ്. പോടാ പോടാ, പെണ്ണുപിടിയാ, പോടാ. ഞാൻ എന്റെ അച്ഛൻ. ആ പാവപ്പെട്ട ചെറുക്കൻ വെളുപ്പം കാലത്തൊരു കത്താളം തൂക്കി ഇവിടെ വന്നില്ലേ? ആ പാവപ്പെട്ട തേങ്ങ കയറ്റി തേങ്ങ അടത്തിപ്പിച്ചിട്ട് ഒരു 5000 രൂപ കൊടുത്ത് പറിച്ചു വിടാൻ നോക്ക്. 5000? 500 രൂപ. ഇടയ്ക്കേറി ഒന്നേ കേട്ടോ. ചേട്ടാ, നമുക്ക് 3 അച്ഛന്മാരാ. ഒരു കാര്യം ചെയ്യാം, എല്ലാരുടെ കയ്യിലും ഓരോ കർപ്പൂരം കത്തിച്ചു വയ്ക്കാം. അറിയാം. എനിക്ക് എന്ത് പറ്റിയേട്ടാ? ഒന്നും പറ്റില്ല. എനിക്ക് എന്ത് പറ്റിയേട്ടാ? നിനക്ക് പ്രാന്ത്. അപ്പോഴിനിപ്പോ തെങ്ങിലോട്ട് കേറി കൊല വെട്ടാൻ പോവുകയാണ്. കേറിക്കോ. പറഞ്ഞ കരാലൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്. എന്റെ അച്ഛന്റെ കാൽ രണ്ട് ചവിട്ട് പൊട്ടിച്ച് രണ്ട് ചിരട്ട. സമയം പോണ്, ചടങ്ങടക്കട്ടാ. മഹാഭാവി. കേറിക്കോ.
വേഗം കേറ് അങ്ങോട്ട്. എന്റെ കൊച്ചാട്ടന്റെ പുറത്ത് പതുക്കെ കേറ. കൊച്ചാട്ടന്റെ നടുവ് ചവിട്ടല്ലേ. നീ കേറുന്നൊക്കെ കൊള്ളാം. തേങ്ങ കുത്തി ഇപ്പുറത്തോട്ടിട്ടേക്കണം, ഇല്ല നിന്റെ മുട്ടുകാലി ഞാൻ തടി ഓടിക്കും. എടാ മുട്ടുകാലോ, തേങ്ങ കുത്തി അപ്പുറത്തോട്ടിട്ട നിന്റെ മുട്ടുകാലി ഞാൻ കുത്തി ഓടിക്കും. ഇങ്ങോട്ട് വെട്ടിയിട. ഞാൻ കണ്ണടച്ചിടും. ആരെങ്കിലും പിടിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാ തേങ്ങ മാമാക്ക് ഭാരപ്പെട്ടിരിക്കുന്നു. രാജേന്ദ്രനും സുരേന്ദ്രനും മത്സരിച്ചോടിക്കൊണ്ടിതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, തീരുമാനമാവട്ടെ. ഈ തേങ്ങ എന്റെ തേങ്ങയാണ്. ഇത് എന്റെ തേങ്ങയാണ്. എന്റെ തേങ്ങയാണ്. എന്റെ തേങ്ങയാണ്. എടാ രണ്ടുപേരും പിടി എന്തോന്നടാ ഇത്? എന്തോന്നത്? ചിറ്റപ്പനല്ലേ പറഞ്ഞത്? ആരെ പറമ്പിലോട്ടാണ് തേങ്ങ വീണത് അവർക്കാണ് ഫുൾ അവകാശം. തന്നെ അങ്ങനെ പറഞ്ഞ ആര് പറഞ്ഞെന്ന് പറഞ്ഞു? ചിറ്റപ്പൻ പറഞ്ഞെന്ന് പറഞ്ഞു. ചിറ്റപ്പ നിന്റെ അച്ഛൻ പറഞ്ഞെന്നാ. എന്നാ നീ കേട്ടോ, അങ്ങേരെ എന്റെ കൂടെ ഒരു തേങ്ങയും പറഞ്ഞില്ല. അല്ല നീയല്ലേ ഞാൻ വന്നപ്പോ പറഞ്ഞത് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റൂല, നിങ്ങൾ സൂപ്പർ glue പോലെ ഒട്ടിയിരിക്കുകയാണെന്ന്. ഇപ്പൊ 2 തേങ്ങയ്ക്ക് വേണ്ടി നീയൊക്കെ തമ്മിൽ അടി കൂടി പിണക്കി പിരിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടടാ എന്റെ ബുദ്ധി?